നാണം കെട്ട കുതിരക്കച്ചവടമാണ് BJP നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും ധാർമ്മികതയെയും ചവറ്റുകൊട്ടയിലെറിഞ്ഞാണ് പണത്തിന് മാത്രം മുൻഗണന നൽകിയുള്ള അവരുടെ നടപടികൾ. അതിനുള്ള പണസമാഹരണത്തിന് വേണ്ടിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് പോലുള്ള വഴിവിട്ട മാർഗങ്ങൾ കൊണ്ടുവന്നത്. ജനേകം എഡിറ്റോറിയലിലൂടെ. ഈ മാസം ആദ്യം ഹൈദരാബാദിൽ CPI ദേശീയ കൗൺസിൽ യോഗത്തിനു മുൻ ജനറൽ സെക്രട്ടറി S. സുധാകർ റെഡ്ഡി നടത്തിയ പ്രവചന സമാനമായ ഒരു നിരീക്ഷണമുണ്ടായിരുന്നു. ആസന്നമായ പൊതുതെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമോ നീതിപൂർവകമോ ആയിരിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സുപ്രീം കോടതി തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ നട്ടെല്ല് വളച്ചു നിൽക്കുന്ന അപമാനകരമായ കാഴ്ചയാണ് കാണാനാവുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് അതീവ നിർണായകമായിരിക്കുമെന്നും സുധാകർ റെഡ്ഡി പറയുകയുണ്ടായി. സുധാകർ റെഡ്ഡി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയാണ് പ്രധാനമായി ഉദ്ദേശിച്ചത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നതാണ് നാം ഇപ്പോൾ കാണുന്നത്. അതാണ് ചൊവ്വാഴ്ച നടന്ന രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തെളിയിച്ചത്. കർണാടക, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിലെ 15 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 3 ഇടങ്ങളിലും ക്രോസ് വോട്ടിംഗ് നടന്നെങ്കിലും 2 ഇടങ്ങളിൽ അതിന്റെ നേട്ടമുണ്ടാക്കിയത് BJP ആണ് എന്നിടത്താണ് ഇത് കുതിരക്കച്ചവടവും ജനാധിപത്യത്തിന്റെ കൊലയുമായി മാറുന്നത്. ഹിമാചലിലെ ഏക സീറ്റിൽ ക്രോസ് വോട്ടിംഗിന്റെ കരുത്തിലാണ് BJP ജയിച്ചു കയറിയത്. 68 അംഗ നിയമസഭയിൽ BJPക്ക് 25 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏക സീറ്റിൽ കോൺഗ്രസിലെ അഭിഷേക് മനു സിംഗ്വിക്ക് എളുപ്പത്തിൽ ജയിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ കോൺഗ്രസിലെ 6 സ്വതന്ത്രരായ 3 MLA-മാർ ക്രോസ് വോട്ട് ചെയ്തപ്പോൾ പതിവിന് വിരുദ്ധമായി BJP പ്രതിനിധി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. UP-യിലും ക്രോസ് വോട്ടിംഗിലൂടെയും കുതിരക്കച്ചവടത്തിലൂടെയും BJP 8 സീറ്റ് കരസ്ഥമാക്കി. സമാജ്വാദി പാർട്ടി 2 സീറ്റുകളിലാണ് ജയിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലായി 56 രാജ്യസഭാംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. 41 പേർ എതിരില്ലാതെ ജയിച്ചു. 3 സംസ്ഥാനങ്ങളിലെ അവശേഷിക്കുന്ന 15 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിലാണ് നഗ്നമായ ജനാധിപത്യ ദംസനവും കുതിരക്കച്ചവടവും നടന്നിരിക്കുന്നത്. ഹിമാചലിലെ ഏക സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അംഗങ്ങൾ കൂറുമാറിയതിന് പിന്നാലെ കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് അവകാശപ്പെട്ട് BJP രംഗത്തെത്തുകയും വിശ്വാസ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട് ഗവർണറെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഏറാമൂളികളാണ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ എന്നതുകൊണ്ട് ഹിമാചലിലെ കോൺഗ്രസ് സർക്കാർ അട്ടിമറിക്കപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇവിടെ ചില MLA-മാരെ കേന്ദ്രസേന തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണവും കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ കോൺഗ്രസിലെ പ്രഗത്ഭനായിരുന്ന വീർഭദ്ര സിംഗിന്റെ മകനും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് സ്ഥാനം രാജി നൽകുകയും പിന്നീട് നിലപാട് മാറ്റുകയും ചെയ്തു. സംസ്ഥാന കോൺഗ്രസിൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും BJPക്ക് വിലക്കെടുക്കാൻ അനുകൂല സാഹചര്യം ഒരുക്കി. ലോക്സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെങ്കിലും രാജ്യസഭയിൽ അതില്ലാത്തതുകൊണ്ട് BJP വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. 240 അംഗ രാജ്യസഭയിൽ BJPക്കും സഖ്യകക്ഷികൾക്കും ഇപ്പോഴത്തെ ജയം ചേർന്നാലും ഭൂരിപക്ഷമായിട്ടില്ല. BJP 97, സഖ്യകക്ഷികൾ 20 എന്നിങ്ങനെ 117 സീറ്റുകളെ അവർക്കുള്ളൂ. അടുത്ത കാലത്ത് സുപ്രീം കോടതി റദ്ദാക്കി ഇലക്ട്രൽ ബോണ്ടിന് നിയമസഭ നൽകുന്നതിന് വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വന്നത് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ടായിരുന്നു. രാജ്യസഭയിലും പാസാക്കി നിയമമാക്കുക സാധ്യമല്ലെന്ന് വന്നതോടെ മണിബില്ലായി കൊണ്ടുവന്ന് ലോക്സഭയിൽ അത് സാധുവാക്കുകയായിരുന്നു. അതുകൊണ്ട് രാജ്യസഭയിൽ ഏത് ഹീനമാർഗത്തിലൂടെയും ഭൂരിപക്ഷം ഉണ്ടാക്കണമെന്ന ഗൂഢനീക്കത്തിന്റെ ഭാഗമായാണ് ഈ കുതിരക്കച്ചവടം അരങ്ങേറിയിരിക്കുന്നത്. ഇനിയും അത് തുടരുമെന്ന ഭീഷണിയും നമ്മുടെ തലയ്ക്കുമീതെ നിൽപ്പുണ്ട്. യഥാർത്ഥത്തിൽ കുതിരക്കച്ചവടം ഇന്ത്യൻ ജനാധിപത്യത്തിൽ തുടങ്ങി വെച്ചതിൽ കോൺഗ്രസിന് ചെറുതല്ലാത്ത പങ്കുണ്ട്. ഇപ്പോഴത് നടത്തുന്നത് BJP ആണെന്ന് മാത്രം. എങ്കിലും നാണം കെട്ട കുതിരക്കച്ചവടമാണ് BJP നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും ധാർമ്മികതയെയും ചവറ്റുകൊട്ടയിലെറിഞ്ഞാണ് പണത്തിന് മാത്രം മുൻഗണന നൽകിയുള്ള അവരുടെ നടപടികൾ. അതിനുള്ള പണസമാഹരണത്തിന് വേണ്ടിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് പോലുള്ള വഴിവിട്ട മാർഗങ്ങൾ കൊണ്ടുവന്നത്. ഈ ജനാധിപത്യ ധ്വംസനങ്ങളും കുതിരക്കച്ചവടവും BJP നടത്തുമ്പോൾ അതിൽ കൂടുതലായും വീഴുന്നത് കോൺഗ്രസ് ആണെന്നത് ശുഭകരമല്ല. പല സംസ്ഥാനങ്ങളിലെയും BJP ഭരണത്തിന് നേതൃത്വം നൽകുന്നതും ഭരണം നിലനിർത്തുന്നതും മുൻ കോൺഗ്രസുകാരാണ്. വാങ്ങാൻ നിൽക്കുന്ന BJPയും അവർക്ക് മുന്നിൽ എളുപ്പത്തിൽ വിൽക്കുവാൻ തയ്യാറാകുന്ന കോൺഗ്രസും ജനാധിപത്യ ഇന്ത്യയുടെ ഭാവിയെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.